ഞാൻ കണ്ടിട്ടുണ്ട് അപ്പയുടെ കണ്ണ് നിറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് 1-2 കേസിൽ 1-2 പേരുടെ കാര്യം പറഞ്ഞ് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പ പല ഇൻ്റർവ്യൂവിൽ അപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്യാൻ അപ്പയ്ക്ക് പറ്റത്തില്ല, പേടിയാണ്, ദൈവവിശ്വാസത്തെക്കാൾ ദൈവഭയമാണ്. അപ്പ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതന്നെ ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ ബൈബിള് വായിക്കുന്നത് വളരെ ഒരു സ്ട്രെങ്ത് ആയിരിക്കാം. ഞാൻ വിചാരിച്ചതുപോലെ അപ്പ മരിച്ചിട്ടില്ല, അപ്പ ജീവിക്കുന്നു എന്നതിനുള്ള ഒരുപാട് തെളിവുകൾ എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. ചാണ്ടിയുടെ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ കുടുംബത്തിലെ ഓരോ മെമ്പേഴ്സിൻ്റെ ലൈഫിൽ നടക്കുന്നു. നമുക്ക് അത് പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റുമെന്നല്ല, പക്ഷെ നമുക്ക് ആ ഒരു ഫീലാണ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അപ്പ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പയ്ക്ക് ചെറുതായിട്ടൊരു വിഷമമുണ്ടായിരുന്നു. ചാണ്ടിയുടെ വിവാഹം നടത്തണം എന്ന് വളരെ ഏറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴും നമുക്ക് നടത്തണമെന്നുണ്ട്. പക്ഷേ ഒന്നല്ലെങ്കിൽ വേറൊരു കാരണം കൊണ്ട് പല കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നില്ല. ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നമ്മൾ പറഞ്ഞു വെച്ചായിരുന്നു തുടങ്ങി. ഇപ്പം നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? പറയാൻ മടിയാണ്, ഞങ്ങളോട് പറഞ്ഞു ആ വിഷയത്തിലേക്ക് കടക്കണ്ട. പക്ഷെ നമ്മൾ ഒരാൾ ചെയ്യുന്ന ചാരിറ്റി കൂടെ നമ്മൾ അറിയണം. കാരണം നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ അറിയാൻ ഇച്ചിരി താമസിച്ചു. അപ്പോൾ കാരണം എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് അത് കണ്ട കഥയില്ല. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ ആൾക്കാർ പലരും തെറ്റിദ്ധരിക്കുകയും അദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ജനമാണ്. പിന്നെ ഈ കൈ നീട്ടി സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ നിങ്ങളും ഈ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത്. ഞാനിപ്പം എനിക്ക് പണ്ടും 10-15 വർഷമായിട്ട് ഇങ്ങനെ സോഷ്യൽ സർവീസ് ചെയ്യും. അപ്പം 12 വർഷം മുമ്പ് മന്ന എന്ന് പറഞ്ഞ ട്രസ്റ്റ് തുടങ്ങിയത് ഞാനും അമ്മയും മാത്രമാണ് മെമ്പേഴ്സ്. അപ്പയുടെ ഫുൾ സപ്പോർട്ട് കൂടെയാണ്. അപ്പ അതിനകത്ത് പലപ്പോഴും അപ്പ എൻ്റെ നിന്ന് തന്നെ ഹെൽപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പയുടെ മരണം വരെയും നമ്മൾ വളരെ സൈലൻ്റായിട്ട് ആരോടും പറയാതെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് വരുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ചെറിയ സഹായം ചെയ്ത് നമ്മളെ കൊണ്ടാകാവുന്ന വിധം ഹെൽപ്പ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ അപ്പയുടെ മരണശേഷമാണ് ഞാൻ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി. നമുക്കിതൊരു അപ്പയുടെ ഒരു വാക്യൂം നമുക്കതുകൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞങ്ങൾ പറയത്തില്ല. പക്ഷേ കുറച്ചുകൂടെ ഒരു പബ്ലിക് ഇവൻറ്റ്സ് ചെയ്യാമെന്നുള്ള ചിന്തയിലാണ്. അപ്പയുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആയപ്പോഴാണ് അതൊരു ഫുൾ പബ്ലിക്കിലേക്ക് പോകാനായിട്ട് തുടങ്ങിയത്. കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ട് നല്ല രീതിയിൽ എനിക്ക് തന്നെ അറിയത്തില്ല, അപ്പയുടെ അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹമാണ്. ഞാനതെടുത്ത് നോക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ ദൈവം നടത്തിയിട്ടുണ്ട്. അതെങ്ങനെ മുമ്പോട്ട് ചോദിച്ചാൽ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നു. അപ്പം പല പ്രോജക്റ്റുകൾ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ആരോഗ്യമേഖല അപ്പ ഭയങ്കര ശ്രദ്ധ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് എന്നുള്ള അത് ഈ അപ്പയുടെ പേരിലായതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും ലീഡിങ് ഹോസ്പിറ്റൽസ് തന്നെ നമ്മളോട് ടൈപ്പായിട്ട് വരാറുണ്ട്. അപ്പം ഓരോ എല്ലാ ജില്ലകളിലും നടത്തേണ്ടതാണ്. ഇപ്പം 9 ജില്ല കഴിഞ്ഞു. ഒരു വർഷം കൊണ്ട് 9 ജില്ലയിൽ 10 മെഡിക്കൽ ക്യാമ്പ് നടത്താൻ പറ്റി. അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ടേ എനിക്ക് കാണാൻ കഴിയത്തുള്ളൂ. എല്ലാവരും എവിടെ ചെന്നാലും നമ്മൾ 2 കപ്പ് സാറിൻ്റെ അല്ലേ ഹോസ്പിറ്റലുകാരങ്ങനെ പറയുന്നത്. അപ്പോൾ അവരെല്ലാം സപ്പോർട്ട് തരും. പിന്നെ അവിടുത്തെ ലോക്കൽ കോർഡിനേഷൻ വെച്ച ആളുകൾക്ക് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ചെയ്യുന്നത് ഇപ്പം ആളുകളുടെ ജീവിത സാഹചര്യം, ഇപ്പം തയ്യൽ മെഷീൻ ജീവിത മാർഗം ഉണ്ടാകാൻ വരുമാന മാർഗം പോകാനായിട്ടുള്ള അങ്ങനെ തയ്യൽ മെഷീൻ അങ്ങനത്തെ നടക്കത്തില്ല. അപ്പോൾ കൈത്താങ്ങെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ അപ്പയുടെ മരണശേഷമാണ് നമ്മൾ ഈ ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്ന് പറഞ്ഞൊരു മന്ന എന്നുള്ള പേര് മാറ്റിയില്ല. അത് 12 വർഷമായിട്ട് രജിസ്ട്രേഷൻ ഉള്ളതാണല്ലോ. അപ്പം അതിൽ ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്ന് പറഞ്ഞൊരു പദ്ധതി പേരിട്ടിട്ട് അതിൻ്റെ അടിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ മെഡിക്കൽ ക്യാമ്പ്, പിന്നെ ഈ ആളുകളെ ഒന്ന് സഹായിക്കാനായിട്ട് തയ്യൽ മെഷീൻ പോലുള്ള കാര്യങ്ങൾ, പിന്നെ വീൽ ചെയർ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ പക്ഷേ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ശനിയും ഞായറും ഇവിടെ വെച്ച് തയ്യൽ മെഷീൻ കൊടുക്കുന്നുണ്ട്. അത് ഞായറാഴ്ച ആദ്യമായിട്ട് 10 ഓരോ സ്ഥലത്തും 4ാമത്തെ സെറ്റാണ് കൊടുക്കുന്നത്. അപ്പം ആദ്യത്തെ ഉമ്മൻചാണ്ടി ഭവനത്തിൽ ഒരു വീടിൻ്റെ കല്ലും ഇടുന്നുണ്ട് ഞായറാഴ്ച. അത് തിരുവനന്തപുരത്ത് തന്നെയാണ്.
പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ വരുന്നത് പണ്ടത്തെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ സഹായമാണ്. എഡ്യൂക്കേഷൻ ഹെൽപ്പ്, മെഡിക്കൽ ഹെൽപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾക്കായിട്ട് പൈസയായിട്ട് വരും. അപ്പം നമുക്ക് അപ്പോൾ ഒരു പരിമിതിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എത്രയെന്ന് പറഞ്ഞ് നമുക്ക് സഹായം. അപ്പോൾ നമ്മൾ കഴിവതും കുറച്ച് സമയം എടുത്താൽ അവരുടെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ പരിചയപ്പെടുവാണെങ്കിൽ ഇന്നൊരാളെ ഒന്ന് സ്പോൺസറിനെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇങ്ങനെ ഈ പാലിയേറ്റീവ് ബെഡ് അങ്ങനത്തെ ചെറിയ ഹോസ്പിറ്റൽ കേസസൊക്കെ നമുക്ക് പറ്റുന്നതെല്ലാം കണക്ട് ചെയ്തും അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എൽദോസിനോട് ഞങ്ങൾ കുന്നപ്പള്ളിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 800 പേർക്ക് നമ്മൾ ആവശ്യമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. ചിലപ്പോൾ 200 പേര് അതിനകത്ത് ഫ്രോഡായിരിക്കും. പക്ഷെ എന്നാലും 600 പേർക്ക് അർഹതപ്പെട്ടവർക്ക് അത് കിട്ടുന്നുണ്ടല്ലോ. അല്ല, അപ്പയുടെ തിയറി അതാണ് എന്ന് പറയുന്നു. അപ്പയുടെ തിയറി അതാണ്. അതപ്പോൾ പറയുന്നത് 10 പേരുണ്ടെങ്കിൽ അതിൽ 8 പേര് ജെന്യുവിൻ ആയിരിക്കും. ഈ 2 പേര് ശരിയല്ലായിരിക്കും. പക്ഷേ അവരെടുത്തോട്ടെ എന്നുള്ളതാണ്. പിന്നെ അപ്പം ഞാനും അതിൽ ചിന്തിക്കുന്നത് ആ 2 പേരാണെങ്കിൽ തന്നെ ഒരിക്കലും വലിയ ഭേദപ്പെട്ട ഉള്ള കണ്ടീഷനിലുള്ള ആളായിരിക്കത്തില്ലല്ലോ. കുറച്ച് സാമ്പത്തികം നേരമുള്ളൂ. അതാണ് ഇപ്പം അപ്പയുടെ തോട്ടം അതായിരുന്നായിരിക്കും. അപ്പോൾ 8 പേര് വെരി ജെന്യുവിൻ ആയിരിക്കും, 2 പേര് നിഗ്ലക്റ്റ്. പക്ഷേ എൻ്റെ തോട്ടം അതിനകത്തോട്ട് ആഡ് ഓൺ ചെയ്യാനായിട്ട് എൻ്റെത് ആ 2 പേരും എന്തായാലും ഞാൻ വന്ന് ഒരാളോട് സഹായം ചോദിക്കണമെങ്കിൽ എന്തായാലും നമ്മൾ അത്രയും നല്ല കണ്ടീഷനിലിരിക്കും, നല്ലൊരു സ്ഥിതിയിലാണ് നമ്മൾ ചോദിക്കാൻ. അപ്പം അതാണ് എനിക്ക് അത് അഡീഷണൽ ആയിട്ടുള്ളൊരു തോട്ട് മനസ്സിൽ. ഇപ്പൊ ഈ അതുപോലെ തന്നെ ഈ 53 വീടുകൾ കൊടുക്കുന്നുണ്ട്. അത് ചാണ്ടി അതിന്റെ നേതൃത്വം നടത്തുന്നത് ചാണ്ടി. അത് അപ്പം മരിച്ചതിന് ശേഷം ചാണ്ടി തുടങ്ങിയതാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ. അതിനകത്ത് പക്ഷേ ഭയങ്കര മെഗാ പ്രോജക്റ്റുകളാണ് ഓടുന്നത്. ഈ 53 വീടെന്ന് പറയുമ്പോൾ തന്നെ മെഗയല്ല. പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് സ്കോളർഷിപ്സ് ഒരുപാട് 100-500 പിള്ളേർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വലിയ പ്രോജക്റ്റുകളാണ് ചാണ്ടി ചെയ്യുന്നത്. ഈ ചാണ്ടിയുടെ ആ ഒരു തുടക്കകാലത്ത് ഒരു മന്ദത തോന്നിയിരുന്നു. ഇദ്ദേഹം അതുപോലെ വരുന്നില്ലല്ലോ എന്നൊരു തോന്നൽ വന്നിരുന്നോ? അങ്ങനെ വന്നിരുന്നോ? അല്ല, അത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് ഞാൻ പറയത്തില്ല. അത് നിങ്ങളുടെയും പ്രശ്നമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളെല്ലാവരും കാണുന്നത് 53 വർഷം തെളിയിച്ച ഉമ്മൻചാണ്ടിയാണ് നിങ്ങൾ കാണുന്നത്. ചാണ്ടി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം 10-25 വർഷമായി ചെയ്യുന്നെങ്കിലും അപ്പോഴാണ് അവനൊരു MLA ആകുന്നത്. അപ്പം 1 year old ചാണ്ടി ഉമ്മനെയും 53 year old ഉമ്മൻചാണ്ടിയും തമ്മിൽ, അതും എസ്പെഷ്യലി അപ്പയെ പോലൊരു വ്യക്തിയെ അപ്പയെ പോലെ ഇക്വേറ്റ് ചെയ്യാൻ മറ്റൊരു വ്യക്തി കാണത്തില്ല. അപ്പോൾ അപ്പ ഈ കാരുണ്യം പറഞ്ഞാണ് എല്ലാവരും പറയുന്നെങ്കിൽ കാരുണ്യപ്രവർത്തകൻ കാരുണ്യം മാത്രമല്ല, അപ്പ എക്സല് ചെയ്യാത്ത ഫീൽഡില്ല. വികസനവും കരുതലുമാണ്. വികസനവും ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫോർ അപ്പ 5 വർഷം കേരളം ഭരിച്ച് ഇവിടെ കേരളത്തിന് എന്തൊക്കെ കൊടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം വികസന നായകനും കൂടെയാണ്. പക്ഷേ ആളുകൾ ഇന്നും ഓർക്കുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പം എനിക്കാണെങ്കിൽ തന്നെ ഒരാൾ എന്നെ ഒരു സഹായം ചെയ്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കും. അപ്പോൾ ആ ഒരു ഇത് വെച്ചാണ് ഈ ജനങ്ങൾ മുഴുവൻ, അത് സാധാരണക്കാർ മുഴുവൻ ഇറങ്ങുന്നത്. പക്ഷേ അതിലേറെ വികസനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടി എന്ന് വേണേ അപ്പയെ പറയാം. പക്ഷേ അതൊരു എങ്ങനെ ഒരു 1 year കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, ചാണ്ടി അനദർ 10 years അപ്പയെ കവച്ചു വയ്ക്കും. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നില്ല 53 വീട് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ. പക്ഷെ എന്ന് ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ പവർ ചിന്തിക്കണം. ചാണ്ടി എന്നൊരു സ്റ്റാർട്ടിങ് MLA ആണ്, പ്രതിപക്ഷത്തിരിക്കുന്ന MLA ആണ്. പരിമിതികളുണ്ട്. അപ്പം ചാണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ആരും സ്റ്റഡി ചെയ്യുന്നില്ല. അപ്പം തുടക്കക്കാരനിപ്പം നമ്മളിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും കുഞ്ഞ് വീടല്ലേ എണീറ്റ് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്റ്റഡി ചെയ്യുവാണെങ്കിൽ ഒരുപാട് ബെറ്റർ. ക്വാളിറ്റി വൈസ് നമുക്ക് അപ്പയായിട്ട് ആരെയും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ, പക്ഷേ വർക്ക് വൈസ് എനിക്ക് തോന്നുന്നത് അനദർ 10 years ഗോഡ്സ് ഗ്രേസ് ഉമ്മൻചാണ്ടിയെ കവച്ചു വെക്കും എന്നെനിക്ക് പ്രവർത്തനം വെച്ചിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല ഇത്രയും സ്കോളർഷിപ്പ്, അത് ഈ പറഞ്ഞ പോലെ അവനൊരു സാധാരണ ഒരു MLA, ഒരു മണ്ഡലത്തിൽ MLA ആണ്.
ഒരിക്കലും വേറെയുള്ള ആളുകൾക്ക് മണ്ഡലത്തിന് പുറത്ത് കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഓൾ കേരള സഹായം ചെയ്യുന്ന എത്ര പേര് ഉണ്ട്. അല്ലെങ്കിൽ അവർ നാഷണൽ ലീഡേഴ്സ്, സ്റ്റേറ്റ് വൈഡ് ലീഡേഴ്സ്, അങ്ങനത്തെ ടോപ്പ് പൊസിഷനിലിരിക്കുന്നവർ ചെയ്യുമായിരിക്കും. ഒരു സ്റ്റാർട്ടിങ് MLA അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. അപ്പം ആ ഒരു കമ്പാരിസൺ ഭയങ്കര ഒരു പ്രശ്നമാണ്. അതൊരു ബാധ്യതയുമാണ്. ഇപ്പം ഒരു വ്യക്തി മറ്റൊരു വ്യക്തി ഇപ്പം അതേ ഒരു സ്റ്റൈലിൽ അത്, പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നു. കാരണം കോട്ടയത്തുള്ള ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ആക്സിഡന്റിനകത്ത് ഇടപെടുന്നു. അതിനുശേഷം നിമിഷപ്രിയയുടെ അമ്മയുമായിട്ട് ചേർന്ന് ഗവർണറെ പോയി കാണുന്നു, കാന്തപുരത്തിനെ പോയി കാണുന്നു. അതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇംബൈബ് ചെയ്ത് നമുക്ക് കിട്ടിയ ക്വാളിറ്റീസ് ആണ്. അത് പ്രകാശമായിട്ട് അത് നമുക്ക് എന്താ പറയുക, അത് ട്രെയിൻഡ് ഒന്നുമല്ല, അത് നമുക്ക് ശീലിച്ചതാണ്. ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പയുടെ കണ്ണ് നിറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് 1-2 കേസിൽ 1-2 പേരുടെ കാര്യം പറഞ്ഞ് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു മറ്റൊരാളുടെ സങ്കടം കേൾക്കുമ്പം കണ്ണ് നനയണമെങ്കിൽ ആ ഒരു ആർദ്രത, അത് നമുക്ക് ഒക്കെ ചിലപ്പം പാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കും കുറച്ച് ലെവലിലേക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും അപ്പം ഒരു കാരുണ്യത്തിൻ്റെ മുഖം മാത്രമല്ല വികസനം. കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയതാണ്. ഈ ഇതെല്ലാം തുടങ്ങി വെച്ചത്, ഇപ്പം നടക്കുന്ന ഉദ്ഘാടനങ്ങളെല്ലാം തുടങ്ങി വെച്ചിരിക്കുന്നത് അദ്ദേഹമാണ്, ഈ മെട്രോ ഉൾപ്പെടെ. അപ്പോൾ ഭയങ്കര വിഷനുള്ള ആളാണ്, എക്സ്ട്രീം ഭയങ്കര വിഷനുള്ള ആളാണ്. ചാണ്ടിക്കും ഭയങ്കര വിഷനാണ്. ചാണ്ടി ഇപ്പം ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് ചാണ്ടി പുതുപ്പള്ളിയെ ഒരു സ്പോർട്സ് ഹബ്ബാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ആദ്യമൊക്കെ അത് നമുക്കൊക്കെ ചിലപ്പം എന്താണെന്ന് തോന്നാം, പക്ഷേ അതൊരു സ്പോർട്സ് ഹബ്ബ് വേറൊരു തോട്ടിലേക്കാണ് അത് പോകുന്നത്. ബിക്കോസ് ഇപ്പം അത് പിന്നെയും പറയുന്നുണ്ട്, ഈ ഡ്രഗ്സിൻ്റെ ഇത് ഇത്രയും വന്നപ്പം അപ്പോൾ എല്ലാവരും ഓക്കെ, പിള്ളേരെ ഈ ഡ്രഗ്സിൽ നിന്ന് മാറ്റി നിർത്താൻ ഡിഫറെൻ്റ് അവന്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിലൊരെണ്ണം സ്പോർട്സാണ്. അപ്പോൾ ഒരുപാട് പേര് അപ്പം അത് ആ പിള്ളേരിലേക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കയറ്റി വിടുമ്പം അവരുടെ ഇൻട്രസ്റ്റ് ഡീവിയേറ്റ് ആകത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ചാണ്ടിക്കും ആ ഒരു വിഷൻ ഉണ്ട്. പിന്നെ ഹൈലി ക്വാളിഫൈഡ് ആണ്. ചാണ്ടിയുടെ ഡിഗ്രി എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അവൻ ഇലക്ഷൻ സമയമായപ്പം പ്രൊഫൈൽ ഉണ്ടാക്കാൻ വേണ്ടി കുറേയേറെ തപ്പുണ്ട്. MA ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ ഡിഫറൻസും അഡ്മിനിസ്ട്രേഷനിൽ വരും. വിദേശത്ത് പഠിച്ചിട്ടില്ല. ഇന്ത്യയിൽ മാത്രം. സെൻറ്റ് സ്റ്റീഫൻസിലെ ചെയർമാൻ ആയിരുന്നു. സെൻറ്റ് സ്റ്റീഫൻസ് ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ക്രീം ലെയർ മാത്രമാണ് ശശി തരൂരൊക്കെ ചെയർമാൻ ആയിരുന്നു. ആ ഒരു ലെവലിലുള്ളവരുടെ അവിടെ സ്റ്റീഫൻസിൽ ചെയർമാൻ ആവത്തുള്ളൂ. പിന്നെ എന്തോ കോഴ്സ് ചെയ്യാനായിട്ട് വെളിയിൽ ഇന്ത്യക്കകത്തായിരുന്നു കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ. ഞാനില്ലായിരുന്നു. ഞാൻ ഒരുപാട് കലാപരമായിട്ടൊക്കെ നിന്ന് ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ മംഗലാപുരത്താണ് എൻ്റെ എൻജിനീയറിങ് ചെയ്തത്. അപ്പം അതുവഴി അങ്ങനെ പോയി. അത് കഴിഞ്ഞ് വന്നു ജോലിയായി. അങ്ങനെ ഒരു കോർപ്പറേറ്റ് വേൾഡിലേക്ക് അങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ അന്നും ചെറുപ്പം തൊട്ടേ പള്ളിയിൽ നിൽക്കുമ്പോഴും അന്നേ ഈ ചാരിറ്റി പള്ളിയുടെ കൂടെ നമ്മൾ പല സംഘടനകളിലൊക്കെ പോകുക, ഓൾഡ് ഏജ് ഹോം, ഓർഫനേജൊക്കെ പോകുക. പിന്നെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ടും അവിടുത്തെ ഈ ചാരിറ്റി വർക്ക്സ് അങ്ങനെ. അപ്പം ഞാൻ എപ്പോഴും അതിൽ കണക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇത് വെളിയിലോട്ട് വരുന്നത് ഇപ്പം അപ്പയുടെ മരണശേഷം മേ ബി ആഫ്റ്റർ 1 year അങ്ങനെ നമുക്ക് പബ്ലിക് ഇവൻറ്റ്സ് ചെയ്യേണ്ടി വരുമ്പോഴാണ്. ഇപ്പം മൂന്നാമതൊരാളുണ്ടല്ലോ, അച്ചുമ്മൻ. അദ്ദേഹം എവിടെയാണ്? ദുബായിലോ? അച്ചു ദുബായിൽ സെറ്റിൽഡ് ആണ്. അച്ചുവിന് 3 പിള്ളേരുണ്ട്. ഒരു ഫാമിലി ബിസിനസ് റൺ ചെയ്യുവാണ്. അപ്പം അവർ ദുബായിൽ സെറ്റിൽഡ് ആണ്. അച്ചു പഠിക്കുന്ന കാലത്ത് KSU പ്രവർത്തനമൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇലക്ഷനും ഒക്കെ നിന്നിട്ടുണ്ട്. പിന്നെ ജോലിയൊക്കെ കിട്ടി. പിന്നെ വിവാഹം കഴിച്ചതിന് ശേഷം പൊളിറ്റിക്സ് അങ്ങനെ വലിയ കണക്റ്റ് ഇല്ല. പക്ഷേ ഈ പണ്ടും അപ്പോഴും ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് പ്രചരണത്തിന് വരികയും അങ്ങനെയൊക്കെ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വഭാവം കുറച്ച് ദേഷ്യക്കുറവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആർക്കായിരിക്കും? നിങ്ങൾ 3 പേരിൽ ആർക്കായിരിക്കും കുറച്ച് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്? അല്ല, അങ്ങനെ അപ്പയെ മുഴുവനായിട്ട് ആർക്കും കിട്ടിയിട്ടില്ല.
ഇപ്പോൾ ദേഷ്യക്കുറവൊക്കെ ചോദിക്കുവാണെങ്കിൽ കാം ആൻഡ് ക്വയറ്റ് ചോദിക്കുവാണെങ്കിൽ ഞാനായിരിക്കും ധരിക്കുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ പാർട്ടാണ്, അപ്പയുടെ ഓരോ പാർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആർക്കും അങ്ങനെ അപ്പയെ പൂർണ്ണമായി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഒരു മുഖ്യമന്ത്രിയായിട്ട് എല്ലാ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന, ഒരിക്കലും ഒട്ടും സമയമില്ല, ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത ഒരാളിൻ്റെ ഭാര്യ എന്ന നിലയിൽ അമ്മ അനുഭവിച്ച ഒരു, നിങ്ങളെയൊക്കെ 3 പേരെ വളർത്തിയെടുത്ത് ഓരോ നിലയിൽ എത്തിക്കാനും കുടുംബം കൊണ്ടുപോകാനൊക്കെ എടുത്ത പാട്. അമ്മ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അമ്മയാണ് ഫാമിലി ഓടിച്ചിരുന്നത്. അപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ വരും, അപ്പ ഫുൾ സപ്പോർട്ടാണ്. പക്ഷേ ഞങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളെ വളർത്തിയത് ഞങ്ങളുടെ അമ്മച്ചിയെന്ന് വെച്ചാൽ അമ്മയുടെ സിസ്റ്റർ അമ്മയെക്കാട്ടി 20 years എൽഡറാണ്. അപ്പം അമ്മച്ചി ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഇവരാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പം പക്ഷേ ഈ പറഞ്ഞ പോലെ ആരോടും ദേഷ്യപ്പെടും, എല്ലാം അപ്പയ്ക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അമ്മയാണ് ഇപ്പോൾ ഞങ്ങളെ ലോൺ എടുത്ത് പഠിപ്പിച്ചു, വീട് വെച്ചത് അമ്മയാണ്. എല്ലാം വീടിൻ്റെ കാര്യങ്ങൾ, ഞങ്ങളെ ബാക്കി ഓരോ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ അഡ്മിഷൻസ്, ജോലി, അതെല്ലാ കാര്യങ്ങളും നോക്കിയത്. പിന്നെ എൻ്റെ എൻജിനീയറിങ്ങിന് എന്നെ കൊണ്ടാക്കാൻ പോകുമ്പോൾ അമ്മയും അപ്പയും കൂടെ വന്നിരുന്നു. പിന്നെ എനിക്ക് ചാണ്ടിയും ഡൽഹി പോയപ്പം അങ്ങനെ എന്തോ കൊണ്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അമ്മയായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്തത് അമ്മയാണ്. പക്ഷെ വീട് അടുക്കളയിൽ കംപ്ലീറ്റ് അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിയായിരുന്നു ഞങ്ങളുടെ ഫുൾ ഇത്. അമ്മച്ചി 2005, 3 ഹസ്ബൻഡ് മരിച്ചുപോയി, വിടുവായിരുന്നു, പിള്ളേരില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അമ്മയുടെ ഗ്രാൻഡ് മദറിനെ പോലെ 20 years എൽഡർ എന്ന് പറയുന്നത് അപ്പം അമ്മയ്ക്ക് അമ്മയുടെ അമ്മ പോലെയായിരുന്നു. 2004 ആ സമയത്ത് എന്തോ മരിച്ചേ. പിന്നെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും പക്ഷെ ആ സ്വന്തം മതത്തിൽ നല്ല വിശ്വാസവും ബൈബിളുമായിട്ടുള്ള വിശ്വാസവും പുലർത്തുകയും ചെയ്തോണ്ടിരുന്നു. അതിനെക്കുറിച്ച് എങ്ങനെയാ പറയുക? അപ്പ ഒരു അടിയുറച്ച വിശ്വാസിയായിരുന്നു. അപ്പ പല ഇൻ്റർവ്യൂവിൽ അപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്യാൻ അപ്പയ്ക്ക് പറ്റത്തില്ല, പേടിയാണ്. ദൈവവിശ്വാസത്തെക്കാൾ ദൈവഭയമാണ്. അപ്പ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതന്നെ ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ ബൈബിള് വായിക്കുന്നത് വളരെ ഒരു സ്ട്രെങ്ത് ആയിരിക്കാം. നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്ട്രെങ്ത് വളരെ ഇതായിരിക്കും. പിന്നെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം, ഈ ബൈബിളിൽ നിന്ന് കിട്ടുന്ന ശക്തി, കുർബാന കൂടുമ്പോഴുള്ള ശക്തി. സൺഡേസ് എല്ലാം അപ്പം കുർബാന കൂടുമായിരുന്നു. പിന്നെ നോമ്പ് കൃത്യമായിട്ട് എടുക്കുമായിരുന്നു. നോമ്പെന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന സമയത്തല്ലേ, അപ്പോൾ നമുക്ക് 50 നോയമ്പതൊക്കെ ഒരു 50 ദിവസം സ്ട്രിക്റ്റ് നോൺ വെജ് ഇല്ല. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് നോൺ വെജ് കഴിക്കുന്നവരാണ്. അപ്പോൾ അപ്പയ്ക്ക് ഈ മലപ്പുറം സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ അപ്പ ചെല്ലുന്നതെന്ന് പറയുമ്പോൾ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, ടേബിൾ മുഴുവൻ അങ്ങ് വിഭവസമൃദ്ധമായ മീൽസാണ് ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു വെജ് എടുത്ത് കഴിക്കേണ്ട അങ്ങനത്തെ അവസ്ഥ. അപ്പോൾ നമുക്ക് അത്ര ഇരിക്കുമ്പോഴും നമുക്കത് കഴിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പം എന്നാലും ആ ഒരു നോമ്പ് അപ്പം എടുക്കുമായിരുന്നു. അപ്പം അപ്പ ഭയങ്കര വിറ്റ് പറയുന്ന ആളാണ്, വളരെ ക്ലാസിക് വിറ്റ് പറയും. അപ്പം അപ്പയുടെ ഒരു ഡ്രൈവറുണ്ട്. അപ്പം അപ്പ ഇങ്ങനെ കുഞ്ഞുമോൻ എന്ന പേര്, മരിച്ചുപോയി. അപ്പോൾ കുഞ്ഞുമോനുമായിട്ട് നടക്കുമ്പോൾ അപ്പ പറയും, കുഞ്ഞുമോൻ ഇങ്ങനെ ചെല്ലുമ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുഞ്ഞുമോനെടുത്ത് നോൺ വെജ് കഴിക്കും. എന്നിട്ട് അപ്പോൾ കുഞ്ഞുമോനെ നോമ്പല്ലേ ചോദിക്കുമ്പോൾ, സാറേ അത് കുഴപ്പമില്ല, ഈ ഒരു പ്രാർത്ഥന അങ്ങ് ചെന്നാൽ നമ്മുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന അങ്ങ് ചെയ്തിട്ട് പിന്നെ അതങ്ങ് മാറിക്കോളും. അപ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് എപ്പോഴും അപ്പോൾ ഭയങ്കര ക്ലാസിക് വിറ്റ് പറയുന്ന ആളാണ്. ഇങ്ങനെ സൈലൻ്റ് ആണല്ലോ, മിണ്ടാതിരുന്ന് അപ്പോൾ എന്തെങ്കിലും പറയാതെ അപ്പോൾ കൂടെ ഇരിക്കുന്നവർ കക്കാതെ ഇരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കും. അപ്പോൾ എപ്പോഴും ഭയങ്കര പോസിറ്റീവ്, വീട്ടിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്. ഒരിക്കലും വെളിയിലത്തെ ടെൻഷൻ കൊണ്ടുവരത്തില്ല. ഇന്നും എനിക്കാണെങ്കിൽ അവിടെയാണ് ആ സെൻട്രൽ ചെയറിലാണ് അപ്പം ഇരിക്കാറ്. ആ ചെയർ ഇപ്പം മാറ്റിയിട്ടിരിക്കുക. അപ്പയ്ക്ക് എപ്പോഴും കഴിക്കുമ്പോൾ നമ്മളൊരു പ്ലേറ്റ് വയ്ക്കും, ചെയർ അവിടെ നിന്ന് വേറെ ആരും ഇരിക്കാതിരിക്കാൻ വേണ്ടി, അല്ലാത്തപ്പോൾ ആൾ വരുമ്പോൾ മാറ്റിയിടും. അപ്പം ആ ചെയറിലാണ് അപ്പം ഇരിക്കുന്നത്. അപ്പം ഈ ഞങ്ങൾക്ക് കോവിഡൊക്കെ ആയപ്പോൾ വർക്ക് ഫ്രം ഹോമൊക്കെ ആയല്ലോ. അപ്പം ഞാനെപ്പോഴും മേളിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വീട്ടിൽ താഴെ ഇരുന്ന് എനിക്കൊരു കുറ്റബോധം എന്ന് പറഞ്ഞാൽ അപ്പോൾ താഴെ ഇരുന്ന് എപ്പോഴും മുളയെന്ന് വിളിക്കും. അപ്പം ഞാൻ ഈ വർക്കൊക്കെ കഴിഞ്ഞ് പതിയെ എൻ്റെ സമയത്ത് വർക്കൊക്കെ കഴിഞ്ഞ് ഒതുക്കിയിട്ടേ ഞാൻ വന്നിരിക്കാറുള്ളൂ.
ഇപ്പം ഞാൻ ആലോചിക്കുന്നു കുറച്ചുകൂടെ അപ്പം എന്താഗ്രഹത്തിലായിരിക്കും വിചാരിച്ചു. അപ്പം ഒരു വിഷമമൊന്നും തോന്നി കാണത്തില്ല. ഫസ്റ്റ് പക്ഷെ എന്നാലും എനിക്കിപ്പം അയ്യോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്ക് കറക്റ്റ് ചെയ്യാനുള്ളൊരു സ്റ്റെപ്പ് അപ്പയുമായിട്ടുള്ള ബന്ധത്തിൽ തോന്നുവാണെങ്കിൽ ഞാനത് പറയും. അപ്പ വിളിക്കുമ്പോൾ ഞാൻ ഉടനെ വന്നിരിക്കും. പിന്നെ ഞാൻ ഇത്രയും പ്രായമായിട്ടും വെളിയിൽ പോവുകയാണെങ്കിൽ അപ്പം എപ്പോഴും ഫോൺ വിളിക്കും. ജോലിയുടെ കാര്യത്തിൽ ഭയങ്കര അല്ല. പക്ഷെ പിന്നെ എനിക്ക് അതിലുള്ളൊരു ഇതെന്ന് വെച്ചാൽ ലാസ്റ്റ് 1 ഇയർ ഫുൾ ഞാൻ അപ്പയുടെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ മോൻ 10ാം ക്ലാസ്സിലായിരുന്നു. ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അമ്മച്ചി, ജോലിക്കാരി, ഡ്രൈവർ, ഒരു 4-5 പേര് എൻ്റെ പുറകെ ഉണ്ട്. ഞാൻ രാവിലെ ഭക്ഷണം എന്ത് വേണം, മോക്ക് രാവിലെ കാറിൽ കൊണ്ടുപോകുന്നു, വിളിച്ചുകൊണ്ട് വരുന്നു. എൻ്റെ മോൻ 10ാം ക്ലാസ് എഴുതുമ്പോൾ ആരുമില്ല ഈ വീട്ടിൽ, ഈ ഒരു ഡ്രൈവർ മാത്രമാണ്. ഞാൻ അപ്പയുടെ കൂടെ ആയിരുന്നു. പക്ഷേ അപ്പം ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ കല്യാണം നടക്കുന്നവരെ അപ്പോൾ ഈ വീട്ടിൽ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പം ഞാനിങ്ങനെ ഇറങ്ങി വന്ന ഉടനെ അപ്പം എൻ്റെ ഇവിടെ ഉമ്മ തരുമായിരുന്നു. എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഉമ്മ. ഞാൻ കല്യാണം കഴിക്കുന്നവരങ്ങനെയായിരുന്നേ. പക്ഷെ അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു വർഷം അപ്പയുടെ കൂടെ നിന്നപ്പോൾ ഞാൻ ഒരുപാട് ഉമ്മ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും അതെനിക്കൊരു കിട്ടിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കും. അവസാനം നോക്കാൻ കഴിഞ്ഞു. മരിച്ചു അന്ന്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ രാത്രി നിൽക്കുന്നില്ല, അറിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ അപ്പോൾ വരുമ്പോഴും ചെറുതായിട്ട് ആ ഒരു ഇതുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പം മരിക്കുമെന്ന് ഒരു വിചാരവുമില്ലായിരുന്നു. ബിക്കോസ് എനിക്ക് അടിയുറച്ച വിശ്വാസമായിരുന്നു അപ്പം തിരിച്ചു വരുമെന്ന്. എൻ്റെ വിശ്വാസമായിരുന്നത് ഞാനത് അറിഞ്ഞിരുന്നില്ല. അമ്മ ഇപ്പം എന്നോട് പറയും, എനിക്ക് അവസാനം ഒരു ജൂലൈയിലല്ലേ മരിക്കുന്നത്, ഏപ്രിൽ മെയ് ഒക്കെ ആയപ്പോൾ എനിക്ക് അപ്പം മരിച്ചു പോകുമെന്നറിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ എനിക്കൊരിക്കലും ആ ഒരു ചിന്തയില്ലായിരുന്നു. അപ്പം തിരിച്ചു വരും, അപ്പം ഈ വീട്ടിൽ കാണും. അപ്പം ഞാനും അമ്മയും കൂടി ഇരുന്ന് ഇവിടെ വന്നിട്ട് അപ്പം എങ്ങനെ നോക്കാം, ബാംഗ്ലൂരിലാണല്ലോ, തിരിച്ചു വന്നിട്ട് അപ്പം നമുക്ക് ഹോം നേഴ്സ് വേണമല്ലോ, എങ്ങനെയൊക്കെ നോക്കാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്കൊരിക്കലും പക്ഷേ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിചാരിച്ചതുപോലെ അപ്പം മരിച്ചിട്ടില്ല. ജീവിക്കുന്നു എന്നതിനുള്ള ഒരുപാട് തെളിവുകൾ എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. ചാണ്ടിയുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഓരോ കുടുംബത്തിലെ ഓരോ മെമ്പേഴ്സിൻ്റെ ലൈഫിൽ നടക്കുന്നു. നമുക്ക് അത് പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റുമെന്നല്ല, പക്ഷെ നമുക്ക് ആ ഒരു ഫീലാണ്. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അപ്പ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പയ്ക്ക് ചെറുതായിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു. ചാണ്ടിയുടെ വിവാഹം നടത്തണം എന്ന് വളരെ ഏറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴും നമുക്ക് നടത്തണമെന്നുണ്ട്. പക്ഷേ ഒന്നല്ലെങ്കിൽ വേറൊരു കാരണം കൊണ്ട് പല കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നില്ല, തിരക്കൊഴിയുന്നില്ല, അപ്പോഴും തിരക്കൊഴിയുന്നില്ല. പക്ഷെ അപ്പോൾ അതങ്ങനെ നടക്കാതെ പോയത്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്തോ. അപ്പയ്ക്കോ ചാണ്ടിക്കോ? അത് നാച്ചുറൽ ഇടണം അങ്ങനെ. അല്ലല്ല അങ്ങനൊന്നുമല്ല. നമുക്ക് ഉടനെ കാണാം അല്ലേ? ഉടനെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. അങ്ങനെ കാണാമെന്ന് പ്രതീക്ഷ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അതങ്ങനെ നടക്കാത്തതാണ്. ദുബായിൽ പോകുമ്പോൾ അച്ചൂമ്മൻ്റെ അടുത്ത് പോയി താമസിക്കുമായിരുന്നോ? അപ്പയോ? അല്ല, അപ്പ ദുബായിൽ പോയ അച്ഛൻ്റെ അടുത്ത് തന്നെ താമസിക്കാറ്. ദുബായിൽ പോയാൽ അവിടെ തന്നെ താമസിക്കാറ്, വേറെ അടുത്തും താമസിക്കാറില്ല. കുമരകത്ത് ചെല്ലുമ്പോഴും പറയും, കുമരകത്ത് ഇവിടെ വരും, പക്ഷെ ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ കിട്ടാറില്ല, ആൾക്കാരെല്ലാം വന്നിട്ട് വരുമെന്നോ സംസാരിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞ പോലെ ദുബായ് ചെല്ലുമ്പോഴും അവിടെ ആൾക്കാർ കാണാൻ ചെന്നു. പക്ഷെ എന്നാലും കുറച്ച് പേഴ്സണൽ ടൈം, രാത്രിയാകുമ്പോൾ കുറച്ച് പേഴ്സണൽ ടൈം, അവിടെയൊക്കെ ചെല്ലുമ്പോൾ കുറച്ച് പേഴ്സണൽ കിട്ടും. ഇവിടുത്തെ പോലെ ആ ഒരു സിസ്റ്റം അല്ലല്ലോ ദുബായിൽ, അങ്ങനെ ഇടിച്ച് കയറാനായിട്ട്. അവിടെ കുറച്ച് പേഴ്സണൽ ടൈം കിട്ടും. ഇപ്പോൾ ഈ തയ്യൽ മെഷീൻ അതുപോലെ തന്നെ വീടിൻ്റെ കാര്യം ഒരെണ്ണം പറഞ്ഞു, ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞു. ഇത് ആരായിരിക്കും അതിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ദാനം ചെയ്യുന്നത്? അല്ല, അതിപ്പം ഓരോ ഇവൻറ്റ് നടക്കുമ്പോൾ ഞാനിപ്പം അവിടെ ഇപ്പോൾ ഇവൻറ്റ് നടക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും നമ്മുടെ ചുറ്റുവട്ടമുള്ള ഏതെങ്കിലും ഗസ്റ്റിനെ വിളിച്ച് അങ്ങനെ അങ്ങ് ചെയ്യിക്കും. ഇതിപ്പം ഇവിടെ തിരുമേനിമാരെയോ
അങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ എവിടെ ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പ് പോകുമ്പോൾ മിക്കവാറും എല്ലാ മെഡിക്കൽ ക്യാമ്പിലും ആ സ്ഥലത്തെ MLA-യും MP വിളിക്കും. പിന്നെ ഏതെങ്കിലും മതമേല ഇപ്പം ചങ്ങനാശ്ശേരിയിൽ ഇപ്പം ഈ ഞായറാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ പിതാവുണ്ടായിരുന്നു, MP ഇല്ലായിരുന്നു, പാർലമെൻറ്റിൽ പോകാനുള്ളതുകൊണ്ട് MLA ഉണ്ടായിരുന്നു, NSS സെക്രട്ടറി ഉണ്ടായിരുന്നു, ഒരു ഇമാം ഉണ്ടായിരുന്നു, പെരുന്തോട്ടം പിതാവ്. അപ്പം അങ്ങനെ ആ നമ്മൾ പോകുന്ന സ്ഥലത്ത് ലോക്കലായിട്ടുള്ള സപ്പയുടെ ആകുമ്പോൾ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ കാര്യം പറയുന്നത് പോലെ അവിടെ ഉള്ള ആളുകളും വളരെയേറെ നമ്മളോട് സഹകരിക്കും. അങ്ങനെ നല്ല രീതിയിൽ അതങ്ങനെ പോകുന്നു. അപ്പം ആ ഒരു ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും വിളിച്ചിട്ട് നമ്മളതങ്ങനെ ചെയ്യും. അപ്പം വളരെ നന്ദി. അപ്പം ഞാൻ ഈ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ശരിയായിട്ടും നമ്മൾ കാണുന്ന ഒരു ഉമ്മൻചാണ്ടി സാറുണ്ട്, അവരുടെ 3 മക്കൾ, അവർക്ക് 3 പേരുടെയും പുറകിൽ വളരെ ശക്തമായൊരു പ്രകാശമായിട്ട് അദ്ദേഹം നിലകൊള്ളുകയാണ്. അവരെ കൊണ്ടൊക്കെ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അവർക്ക് മുന്നേറാൻ കഴിയുന്നുണ്ട്. അതിൽ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എല്ലാവിധമായ ആ ഒരു മനസ്ഥിതി അവർ കൊണ്ടു നടക്കുന്നു. ഇവരൊക്കെ ശരിയായിട്ടും സാധാരണ മുഖ്യമന്ത്രിമാരെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ മക്കളെ പോലെ ഏതെങ്കിലും വലിയ മുതലാളിയുടെ ഒരു ദുബായിലോ അവിടെയൊക്കെ ഉള്ള ഒരു കമ്പനിയുടെ CEO ആയിട്ടൊക്കെ പോയി അവർക്കും ഇരിക്കാമെന്ന എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴും അവർക്കുണ്ട്. അവർക്ക് ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിനൊന്നും പോകാതെ അവരൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഈ സമയം എന്ന് വെച്ചാൽ 7 മണിയായിട്ടുണ്ടാവും. ഈ സമയത്ത് വരെ അവർ വന്ന് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ തരുവാണ്. വളരെ ക്ഷീണിച്ച് വന്നതാണ്. ഞാൻ ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തു. കണ്ണ് നിറയേണ്ടെന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി, പക്ഷേ എന്നാലും കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഏതായാലും എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ പ്രാർത്ഥനകളും ഇവരുടെ കുടുംബത്തിനും അദ്ദേഹത്തിന് കൊടുത്തതുപോലെ കുടുംബത്തിനും കൊടുക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.